മരുമകളാകാൻ കൊതിച്ച അങ്കിളെ ഞാൻ തൃച്ചംബരത്തേക്ക് വന്നത്. പക്ഷേ ഇപ്പോ അങ്കിളിന്റെ മകളായി ജീവിക്കാനാ ഞാൻ എന്റെ ജന്മം ബാക്കി വെക്കുന്നത്. കല്യാണി ഒറ്റയ്ക്ക് ഞാൻ പോയിട്ട് വരാങ്കിളെ. മോളെ, നീ ഇപ്പൊ പോകണ്ട. ഞാൻ അവരെ കണ്ടിട്ടാണല്ലോ വരുന്നത്. കല്യാണിക്കും അനിയൻകുട്ടനും ഒരു കൈദൂരത്ത് പിതാവിന്റെ സംരക്ഷണം ഉറപ്പു നൽകിയിട്ടാ മടങ്ങിയത്. അവരിന്ന് സുരക്ഷിതരായിട്ട് ഉറങ്ങും. പക്ഷേ എത്ര കിടന്നാലും ഉറക്കം വരാത്ത ഒരാളുണ്ട് തൃച്ചംബരത്ത്. എന്റെ മകൻ, എന്റെ ഇളയ മകൻ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നിന്റെ ഭർത്താവ്. അവന്റെ കാര്യം ഓർത്ത ഈ അച്ഛനാദി. എന്റെ കുഞ്ഞു വല്ല അബദ്ധവും കാണിക്കുമെന്ന എന്റെ ഭയം. മോളെപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവണം. ശരി. ഒരു നിമിഷം എന്തോ ഞാനും അതങ്ങ് മറന്നുപോയി. ശരി അങ്കിളെ. ശരി, ഗുഡ് നൈറ്റ്. ആന്റി, ആന്റി രാവിലെ തന്നെ വലിയ ആലോചനയിലാണല്ലോ. ഡേ, ഒരുത്തിനെ കാണാതായിട്ട് ഇത് രണ്ടാമത്തെ ദിവസം. എവിടെയാണെന്നോ എന്താണെന്നോ ഒരു പിടിയും കിട്ടിയിട്ടില്ല. ആന്റി, ഏതായാലും ആന്റിയുടെ ഈ വെപ്രാളം ആനന്ദേട്ടനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആന്റിക്ക് ഇപ്പൊ അറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്. ആനന്ദേട്ടൻ ഇപ്പോ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്താ ആന്റി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ സത്യം, ദേ കണ്ടില്ലേ, ഫോണെടുക്ക്. ആ, നീ അങ്ങോട്ട് മാറി നിൽക്കേ. പോ പൊടി. ഹലോ. ആദ്യം വിളിച്ചത് കേട്ടില്ല, പറഞ്ഞോളൂ. എന്തിനാ വിളിച്ചത്? കൂർമ്മ ബുദ്ധിക്കാരനായ വർമ്മ സാർ എന്റെ ഒരു മിസ്ഡ് കോൾ കണ്ടപ്പോ തന്നെ ഊഹിച്ചെടുത്തിട്ടുണ്ടാവുമല്ലോ. കോഴി കൂവുന്നത് നേരം വെളുത്തു എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. ഊഹാപോഹങ്ങളുടെയും ഗണിക്കലുകളുടെ ഒക്കെയും കാലം കഴിഞ്ഞു വിലാസി. അതിസൂക്ഷ്മ ജീവികൾ ആയുസ്സെഴുതുന്ന കാലത്തിലൂടെയാ നമ്മളൊക്കെ നടക്കുന്നത്. ആ, വിളിച്ച കാര്യം പറയേ. തൃച്ചംബരത്ത് നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അറിഞ്ഞു. തൃച്ചംബരത്തെ അഖരാണ്ടേശ്വരുടെ ഓമനപുത്രന്റെ അപ്രതീക്ഷിത തിരോധാനം. അതല്ലേ പുതിയ വാർത്ത? സന്തോഷമുളവാക്കുന്ന വാർത്തയല്ലേ? അതെ. ആ സന്തോഷം തന്നത് വർമ്മ സാറാണോ എന്നറിയണം. തൃച്ചംബരത്ത് വിലാസിനെ എന്താ ഉദ്ദേശിച്ചേ? ആനന്ദ് കൃഷ്ണനെ കാണാതായതിന്റെ പിന്നിൽ നാഗമഠത്തെ ഗിരിരാജവർമ്മയാണോ എന്ന്. രാവിലെ ഫലിതം പറയുകയാണോ വിലാസിനി? അപ്പോ വർമ്മ സാർ അല്ലേ? അപ്പൊ പിന്നെ ആരാ? വിലാസിനി, ചെയ്ത കാര്യങ്ങൾ കോടതി ഒഴികെ എവിടെയും വിളിച്ചു പറയും. അതാ ഈ ഗിരിരാജവർമ്മയുടെ ശീലം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് മേനി പറയാറില്ല. മറ്റൊരുത്തൻ ചെയ്ത പാപഭാരം ചുമന്ന ശീലവുമില്ല ഈ ഗിരിരാജവർമ്മയ്ക്ക്. അപ്പോ വർമ്മ സാർ അല്ലെങ്കിൽ പിന്നെ ആനന്ദിനെ തട്ടിക്കൊണ്ടുപോയത് ആരാ? അത് ചോദ്യം. ഉത്തരം കിട്ടുമ്പോൾ ഒരിക്കൽ കൂടി വിളിക്കുക. മറ്റു വിശേഷങ്ങളൊന്നുമില്ലല്ലോ. എന്നാ വയ്ക്കട്ടെ.
ആരാന്റി ആനന്ദേട്ടനെ തട്ടിക്കൊണ്ടുപോയത്? അയാള് തന്നെയാണോ? സോറി ആന്റി, ഞാൻ ചോദിച്ചത് തെറ്റാണെങ്കിൽ ആന്റി ഒന്ന് ക്ഷമിച്ചേക്ക്. എന്താ ആന്റി, ആന്റി എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ? നീയാണോ ഇതിന്റെ പിന്നിലെന്നായി എന്റെ സംശയം. ആന്റി, അല്ല, പണ്ടൊരിക്കൽ കല്യാണിയെ കെട്ടാനിരുന്ന ചെറുക്കനെ കല്യാണ മണ്ഡപത്തിന്ന് തട്ടിക്കൊണ്ടുപോയവളാണല്ലോ നീ. അയ്യോ ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ആ, കുന്തം പോയാ കുടത്തിലും തപ്പണമെന്നാണല്ലോ. ആന്റി, ഞാൻ റൂമിൽ ചെന്നിരുന്നു. അവിടെ കാണാതായപ്പോ എനിക്ക് തോന്നി ഇവിടെ കാണുമെന്ന്. ഇവിടെ നല്ല കാറ്റുണ്ട്. ഉണങ്ങാത്ത മുറിവിന്റെ നീറ്റലിന് ചിലപ്പോ ഒരു ചെറിയ കാറ്റ് പോലും ആശ്വാസമാകും. ഇത്രയും ചെറിയ മുറിവുകളിലൊന്നും തളർന്നു പോകുന്നവളല്ല തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. കാലം മായ്ക്കാത്ത മുറിവുകളില്ല നന്ദന. പെട്ടെന്ന് തളരാത്ത ആന്റിയുടെ ഈ മനസ്സ് എന്നിലൊരു ആരാധന ഉണ്ടാക്കിയത്. ദ്രോണരുടെ പ്രതിമ വെച്ച് ഏകലവ്യൻ അസ്ത്രവിദ്യ പഠിച്ചതുപോലെ ആന്റിയെ മനസ്സിൽ ആരാധിച്ചുകൊണ്ട് കാലങ്ങൾക്ക് മുമ്പേ ചില ബിസിനസ് കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങിയത്. അതെനിക്കറിയാം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ മക്കളെക്കാളേറെ നീ എന്നെ അറിയുന്നില്ലേ എന്ന്. പക്ഷേ മരുമക്കൾ എത്ര സ്നേഹിച്ചാലും മക്കളാവില്ലല്ലോ. അമ്മയും മക്കളും തമ്മിലുള്ള ആ ബന്ധത്തിൽ വാത്സല്യം എന്ന വികാരം മാത്രമേ ഉള്ളൂ. അത് അമ്മ മക്കളെ ശകാരിച്ചാലും തല്ലിയാലും അകറ്റി നിർത്തിയാലും ഒക്കെ വാത്സല്യം. വാത്സല്യത്തിന്റെ വിവിധ ഭാവങ്ങളാണതൊക്കെ. മക്കൾക്ക് സ്നേഹം കൊണ്ട് തുലാഭാരം നടത്താറുള്ള മനസ്സ് ആന്റിയുടെ മനസ്സ്. മൂത്ത മകന് സ്നേഹം കൊണ്ട് നേർച്ചയായി നടത്തിയ തുലാഭാരത്തിന്റെ കണക്ക് പോലും ആന്റി സൂക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. സ്നേഹം അത് ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല ആന്റി, പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഇന്ന് ആർക്കും വേണ്ട. കുറച്ചു നാളുകളായി ആന്റി മുറിക്കകത്തില്ലെങ്കിൽ പിന്നെ വന്ന് നിൽക്കുന്നത് ഇവിടെ. ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ ഉദ്ദേശം ആന്റി എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എനിക്ക് മനസ്സിലാവും. ഒരു ഉദ്ദേശവുമില്ല. അഖില തള്ളിക്കളഞ്ഞത് തന്നെയാ. അതിനൊന്നും ഒരു മാറ്റവും വരില്ല. ആന്റി ഈ പറയുമ്പോഴും ആന്റി അറിയാതെ ആന്റിയുടെ കണ്ണുകള് എത്ര വട്ടം ഔട്ട് ഹൗസിലേക്ക് പോയെന്നറിയോ? ഈ മനസ്സിലെ സ്നേഹത്തിന്റെ കടലാഴം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നന്ദന, നിനക്ക് കമ്പനിയിലേക്ക് പോകാനുള്ള സമയമായി. പങ്ക്ച്വാലിറ്റിയാണ് ബിസിനസിന് ആവശ്യം. ഒന്ന് തിരുത്തിക്കൊട്ടെ ആന്റി. യഥാസമയം തീരുമാനമെടുക്കാനുള്ള മനസ്സിന്റെ ശക്തിയാണ്
ബിസിനസിന്റെ വിജയം. അത് മെഡിറ്റേഷനിലൂടെ സ്വായത്തമാക്കുന്നതല്ല, കുടുംബത്തിന്റെ കെട്ടുറപ്പ് സമ്മാനിക്കുന്നതാ. ഈ മനസ്സെനിക്ക് കാണാം ആന്റി. ഇന്നും വളർത്തിയെറിഞ്ഞ പൊക്കിൾക്കൊടി ബന്ധത്തെ തിരികെ ബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ മനസ്സ്. എന്നെ മരുമകളായിട്ടല്ല, മകളായിട്ടേ സ്നേഹിച്ചിട്ടുള്ളൂ ആന്റി. ആ ഒരു അധികാരം എടുത്ത് ഞാൻ പറയുക. ഈ മനസ്സൊന്ന് അലറി വിളിച്ചാൽ ആനന്ദിന്റെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ കണ്ണെത്തും ദൂരത്ത് ഓടിയെത്തും ആ മകൻ. അതെനിക്കുറപ്പാ. വാ ആന്റി, റൂമിലേക്ക് പോ. വേണ്ട, കുറച്ചുനേരം ഞാനൊന്ന് ഒറ്റയ്ക്ക് നിൽക്കട്ടെ. മോൾ വയ്ക്കോ. ഓപ്പോളമ്മ, എന്താടാ പന്തം കണ്ട പെരിച്ചാഴിയെ പോയി അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് ഇറങ്ങി പാടാ ബാലഗണപതി. അച്ചപ്പോ കുഴലപ്പോ നെയ്യപ്പോ ഉണ്ണിയപ്പോ ഓറഞ്ചും ഒക്കെ ഉണ്ട്. ചേച്ചി ഒന്ന് വേഗം വാ, നാട്ടിൽ നിന്ന് ഓപ്പോളമ്മ വന്നിരിക്കുന്നു. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ എത്തിച്ചതിന് എത്രയാ കുഞ്ഞെ ചാർജ്? 70 രൂപ. 70 രൂപയോ? ഇതിനെയും ഭേദനെ കഴുത്തിരിച്ച് കൊന്നാ മതിയായിരുന്നു. 70 രൂപയെ ഒന്നും കുറയില്ല. കുറയ്ക്കാൻ ഇത് മീൻ കച്ചവടമൊന്നും അല്ല അമ്മേ. മീറ്റർ ചാർജ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോ ഉള്ള പെട്രോൾ ചാർജ് അല്ല അങ്ങോട്ട് പോകുമ്പോ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യേ? അമ്മ ഒന്നും ചെയ്യണമെന്നല്ല, ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞതാ. ഇതാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. യാത്രക്കാരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഞാനായിട്ട് കുറയ്ക്കുന്നില്ല. താൻ 70 രൂപയല്ലേ ചോദിച്ചത്? അതെ. 100 രൂപയുണ്ട്, ബാക്കി താൻ വെച്ചോ. തന്റെ കുഞ്ഞുങ്ങൾക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുക്ക്. രാപ്പകലില്ലാതെ അന്നത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമല്ലേ. ചേച്ചി, എന്തിനാടാ ഇങ്ങനെ കിടന്ന് അലറുന്നത്? ചേച്ചിയെ വിളിച്ചതാ. അവളെവിടെ? അപ്പുറത്തുണ്ട്. നീ അങ്ങ് തന്നിമത്തം കണക്ക് തടിച്ചു വീർത്തല്ലോടാ. എന്താ നീ കഴിക്കുന്ന? അത് എന്താ നിന്റെ ഈ തടിയുടെ രഹസ്യം? ഇത്ര തടിയൊന്നും വേണ്ട കേട്ടോ. ഇക്കാലത്തെ ഈ തടിയന്മാരൊന്നും പെമ്പിള്ളേർക്ക് വേണ്ടടാ. ആട്ടെ, എന്റെ പൊന്നുമോൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. പഠിക്കുന്നുണ്ടോ അപ്പോളമ്മേ? പഠിക്കണം, മിടുക്കനാകണം. ഓപ്പോളമ്മ, അച്ഛൻ ധിക്കാരി. ഓപ്പോളമ്മയോ? ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. എവിടുന്ന് കിട്ടിയിട്ട് നിനക്ക് ഇത്ര തന്റെ ഇടം? ആര് പഠിപ്പിച്ച ഇത്തരം ശീലങ്ങള്? കരയരുത്, എന്റെ മുമ്പിൽ കരഞ്ഞു കാണിക്കരുത്. നിന്റെ പൂങ്കണ്ണീര് കണ്ടാൽ എനിക്ക് കരിയിളകും.
കള്ളക്കരച്ചില്. അടക്കവും ഒതുക്കവും ചൊല്ലുവിളി ഉണ്ടായിരുന്ന പെണ്ണാണ്. നാട് വിട്ട് നഗരത്തിൽ വന്നപ്പോൾ അവളുടെ നിറമങ്ങ് മാറി. ആ തൃച്ചംബരത്തിന്റെ തിളക്കം കണ്ടപ്പോൾ അവളങ്ങ് നെകളിച്ചു പോയി. തന്തയും വേണ്ട, കുടുംബക്കാരും വേണ്ട. ഓപ്പളമ്മ ഞാൻ ഒരക്ഷരം മിണ്ടരുത്. മിണ്ടാനുള്ള അവസരം ഞാൻ തരികയാണെങ്കിൽ അപ്പോൾ മിണ്ട. ദേ, എന്റെ അടുത്ത് നെകളിപ്പ് കാണിച്ചാൽ അടിച്ച് ഞാൻ പല്ല് തെറിപ്പിക്കും, പറഞ്ഞേക്കാം. എന്നെ നിനക്ക് നന്നായിട്ട് അറിയാലോ. വളയും പിടിച്ചും നെഞ്ചുകലക്കിയും വളർത്തിയതാ പാവം എന്റെ കുഞ്ഞാങ്ങളാ നിന്നെയൊക്കെ. അവനെ തകർത്ത് കളഞ്ഞല്ലോടി നീ. ആ പാവത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ ചങ്ക് പൊട്ടി പോവുകയാ. എനിക്ക് സഹിക്കുന്നില്ല. അച്ഛൻ, അയ്യോ അച്ഛൻ, അച്ഛനോട് സ്നേഹമുള്ള മക്കള്. രണ്ടെണ്ണവും എന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്നോളണം. മിണ്ടാൻ നിനക്കൊന്നും അർഹതയില്ല. അത്രയ്ക്കുണ്ട് എന്റെ ദാസന്റെ വേദന. അവൻ പൊന്നുപോലെ വളർത്തിയതല്ലേടി നിന്നെ. അവൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ ജീവിച്ചത്. എന്നിട്ടും നീ അവനെ കണ്ണീര് കുടിപ്പിച്ച് കളഞ്ഞല്ലോടി. സുധ മരിച്ചപ്പോ ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞതാ, എടാ പറക്ക മുറ്റിക്കഴിഞ്ഞാൽ മക്കളൊക്കെ പല വഴിക്ക് പറന്നുപോകും. വയസ്സുകാലത്ത് നിനക്ക് നാഴി വെള്ളം ചൂടാക്കി തരാൻ ആരും ഉണ്ടാവില്ല. ഒരു കല്യാണം കഴിക്കുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ മൂത്ത ചേച്ചിയായ ഞാനായിരുന്നു അവന്റെ അമ്മ. അമ്മയുടെ സ്ഥാനത്ത് ഞാനത് പറഞ്ഞിട്ട് അവനത് കേട്ടില്ല. അവൻ പറഞ്ഞെന്താണെന്ന് അറിയാമോ? രണ്ടാനമ്മയുടെ ആട്ടുകൊള്ളാൻ ഞാൻ എന്റെ മക്കളെ വിടില്ല. എന്റെ മക്കൾ എന്റെ നിധികളാണ്, അവരെന്റെ ജീവനാണെന്ന്. അവന്റെ ജീവന്റെ ജീവനായ കരുതി നീ തന്നെ അവനെ കണ്ണീര് കുടിപ്പിച്ചില്ലേടി. പറയടി, ഇതിലും നല്ലത് അവന് കുറച്ച് വിഷം കലക്കി കൊടുക്കാമായിരുന്നില്ലേ? ഓപ്പളമ്മ ഞാൻ അവനോ ഞാനോ നിന്നിൽ നിന്നും ഇത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവുമായിരുന്നു ഞങ്ങൾക്ക് നിന്നെ. കൊമ്പത്തെ തൃച്ചംബരം കണ്ടപ്പോൾ അവൾ അച്ഛനെയും മറന്നു, ഇന്നലകളെയും മറന്നു. എന്നിട്ട് കൊട്ടാരം വീട്ടിലെ ചെറുക്കനെ കിട്ടിയിട്ട് ഇപ്പോൾ എന്തായി? അവനിപ്പോ എവിടെ? അവൻ നിന്നെ വിട്ടിട്ട് അവന്റെ പാട്ടിന് പോയി അല്ലേ? ചെടി മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. പഴമക്കാർ പറയുന്നത് അനുഭവം കൊണ്ടാണ്. അത് കേട്ടില്ല എങ്കിലേ ഇതുപോലെ ഇരുന്ന് കരയേണ്ടി വരും ഒരു ജന്മം മുഴുവൻ. 2 കുടുംബങ്ങൾ തകർത്തവളാ നീ. മനസമാധാനമില്ലാതെ അലയുകയാ എന്റെ ദാസ്. ഊണുമില്ല, ഉറക്കവുമില്ല. അവന്റെ കണ്ണീരാണ് നിന്റെ കാലക്കേട്.
ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ലടി. നീ അനുഭവിക്കാൻ പോവുകയാ. ആ അഖിലാണ്ടേശ്വരി നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. എനിക്കതൊന്ന് കാണണം. അത് കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയണ്ടേ? നീ കണ്ടോ